ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோல எதை பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம திலீப் பெட்டன் ஃபுல் காமெடியான பாடிகார்ட் மூவிலேருந்து பார்த்தீங்கன்னா சீன் 1 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போறோம். பாடிகார்ட் மூவில வந்து நம்ம திலீப் பெட்டன், அதுக்கப்புறம் நயன்தாரா மேம், அதுக்கப்புறம் நம்ம ஹரிஸ்ரீ அசோக் இவங்களாம் வந்து நடிச்சிருக்காங்க. நம்ம இந்த பாடிகார்ட் மூவி தான் நம்ம கா காவலன் சொல்லிட்டு நம்ம விஜய் வந்து நடிச்சிருப்பாங்க. அதில் வந்து நம்ம ஹரிஸ்ரீ அசோக் மாதிரி அங்கே வந்து வடிவேல் சார் வந்து நடிச்சிருப்பாங்க. அசின் மேமு, அதுக்கப்புறம் ரோஜா மேம் இவங்களாம் வந்து நடிச்சிருப்பாங்க. இந்த 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 பாடிகார்ட் மூவி இப்பதான் வந்து நம்ம ரியாக்ட் பண்றோம். இதுக்கு முன்னாடி நம்ம சேனல் ஆரம்பிச்ச புதுசுல வந்து பாடிகார்ட்லாம் வந்து ரியாக்ட் பண்ண சொன்னாங்க. நம்ம நிறைய வந்து அப்படியே மூவி வந்து ரியாக்ட் பண்ணனால அது அப்படியே வந்து விட்டாச்சு. சரி, இன்னைக்கு வந்து கம்யூனிட்டி டேபிள் வந்து கேட்டிருந்து டொவினோ தாமஸோட கல்கியும், அதுக்கப்புறம் நம்ம திலீப் ஏட்டனோட பாடிகார்ட் மூவி எது அப்படின்னு சொல்லி கேட்டிருந்தா நம்ம அதிக பேர் வந்து பாடிகார்ட் மூவி தான் வந்து சூஸ் பண்ணியிருந்தாங்க. இப்போ வந்து சீன் 1 பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்களை பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. മറക്കാവുന്ന വീഡിയോക്ക് ലൈക്ക് பண்ணுங்க. இப்போ വാങ്ങ വീഡിയോക്കുള്ള പോകാം. ഒരു ട്രെയിൻ യാത്രയിലാണ് എന്റെയും ജീവിതം മാറി മറയുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതിന് മുൻപേ തുടങ്ങണം. ഓണാട്ടുകരയിൽ നിന്ന് എന്നും ഓണാട്ടുകരക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കുത്തിയോട്ടം വെറും നേർച്ചയോ വഴിപാടോ മാത്രമല്ല ഓണാട്ടുകരക്കാർക്ക്. അത് ഈ നാടിന്റെ ഹൃദയസ്പന്ദനം കൂടിയാണ്. രാമൻകുട്ടി മാസ്റ്ററും മീന ടീച്ചറും മകനെ കുത്തിയോട്ടത്തിന് നേർച്ച നേർന്നത് ഈ മകന്റെ ബുദ്ധി നേരെയാകാൻ വേണ്ടിയാണ്. ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലൊന്നല്ല അവരുടെ മകൻ എന്നതാണ് ഈ അച്ഛന്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ദുഃഖം. അയ്യോ, അതുവരെ വലിയ വായിൽ നിലവിളിക്കുകയും ഭയന്നോടി ഒളിക്കുകയൊക്കെ ചെയ്തിരുന്ന പേടിത്തൊണ്ടന്മാരായ കുട്ടികളെ മാത്രം കണ്ട് ശീലിച്ച ഓണാട്ടുകരക്കാർക്കും അന്ന് തോന്നി രാമൻകുട്ടി മാസ്റ്ററുടെയും മീന ടീച്ചറുടെയും മകൻ ജയകൃഷ്ണൻ ചില്ലറക്കാരനല്ലെന്ന്. അയ്യോ അതെ. അയ്യോ, ഇങ്ങനെ ക്രൂരത കാണിക്കാണ്ട് സ്നേഹത്തിൽ പറഞ്ഞു നോക്കിയ സ്നേഹത്തോട് പറഞ്ഞ എന്തോ അനുസരിക്കണോ നമ്മുടെ മോൻ. നമ്മുടെ മോനോ? ഇവൻ നിന്റെയുമല്ല എന്റെയുമല്ല, പിശാചിന്റെ. എന്താ എന്റെ ജയേഷ്ണ നീ ഇങ്ങനെ? ആ പാമ്പ് ഏതെങ്കിലും കുട്ടികളെ കടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? ഈശ്വര, എന്ത് മാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്റെ കുഞ്ഞിന്. അപ്പാ പാമ്പൻ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. എത്ര പേര് കൂടി എന്നെ തല്ലിക്കൊന്ന്. അതിന്റെ അമ്മ ഇപ്പൊ കരയുന്നുണ്ടാവല്ലേ, പാവം. പേടിച്ചിട്ടാ ആളുകൾ പാമ്പിനെ കൊല്ലണതെന്ന് അമ്മ പറഞ്ഞപ്പോ മുതലാ പേടിത്തൊണ്ടന്മാരായ ആളുകളെ വെറുക്കാൻ തുടങ്ങിയത്. ഒപ്പം ആളുകൾക്ക് പേടിയുള്ള എല്ലാറ്റിനോടും ബഹുമാനവും ആരാധനയും. ആദ്യം പോലീസുകാരോടായിരുന്നു അത്. പിന്നീടാ അവര് പോലും പേടിക്കേണ്ട ഗുണ്ടകളോടായി ആരാധന വഴിമാറിയത്. മകന്റെ പേരും നക്ഷത്രവും പറഞ്ഞോളൂ. പേര് ജയകൃഷ്ണൻ, പൂരം നക്ഷത്രം. ആളെന്താ ചെയ്യണേ? പഠിക്ക? അതെ, ഗുണ്ടയ്ക്ക് പഠിക്ക. പഠിച്ചു വലിയ നിലയിലെത്തുന്ന ജാതകത്തില്. അതിനുള്ള കഠിനാധ്വാനത്തിലല്ലേ അവൻ. വലിയ പേര് കേട്ട ഗുണ്ടയാവാനാ അവനിപ്പോ പഠിക്കണേ. എന്താ ഈ കേക്കണേ? രാമൻകുട്ടി മാസ്റ്ററുടെയും മീന ടീച്ചറുടെയും മകൻ ഗുണ്ടയായിട്ട് നടക്കേ? ഏയ്, ഗുണ്ടയായിട്ടില്ല, ഗുണ്ടയാകാനുള്ള പഠിപ്പില്ല. ഇപ്പൊ ബോഡി ഗാർഡാ. ബോഡി ഗാർഡ്. ഹേയ് ബോഡി ഗോഡ്. അയ്യോ, പുറത്തു പോകാൻ പറഞ്ഞു അങ്ങോട്ട് എവിടെയാണ് പോണേ? ഞാനിവിടെ സപ്ലൈറാ. ഇവിടെ ഇപ്പൊ സപ്ലൈ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? പിന്നെ നിന്റെ സ്വന്തം ഷിപ്പിലെ സപ്ലൈ നീ പോയില്ലേ? കഴിച്ചിട്ടില്ല. അതേ കഴിച്ചു തരാടാ.
ക്ലാസ് കടിച്ചു പിടിച്ചേക്കണേ ക്ലാസ്മേറ്റാ അറിയപ്പെടാ ക്ലാസ്മേറ്റ്. സപ്ലയറാണോ അല്ല പിന്നെ എന്തിനാണോ എന്താ നോക്കി പഠിപ്പിക്കണത് ഞാൻ ചുമ്മാ നോക്കിയതാ ചുമ്മാ നോക്കണ്ടാ ഇത് വെച്ചോ ഞാനെന്താ ഇവിടെ ഞാൻ പറഞ്ഞ ചിത്രശലഭം വെച്ച് നിക്കണാണ്ടില്ല അവൻ ആൾക്കാരെ കല്ലുടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി അയ്യോ അയ്യോ അയ്യേ ഒന്ന് അടിക്കാൻ സമ്മതിക്കാത്തവനെ ഇറങ്ങിപ്പോടാ ഫോണിൽ അശോകന് കൺമോണിന് തരാൻ പറഞ്ഞു ആരാ നീർക്കടവിലെ അശോകന് പള്ളിക്കൂടത്തിനടുത്ത് കള്ള് കച്ചവടം നടത്തിട്ട് കണ്ണിക്കണ്ടവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുന്നതാ അണ്ണൻ നിനക്ക് 1 മണിക്കൂർ സമയം തരും അതിനുള്ളിൽ ഇതെല്ലാം കെട്ടിപ്പോട്ടി ഇവിടുന്ന് പൊക്കോളണം അതെ അശോകേട്ടാ ഞാൻ ഷൺമുഖനാ നീ എന്താ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു പ്രശ്നമില്ല അശോകേട്ടാ പിന്നെ അവർ ഈ ബാർ നടത്തുന്നത് ഞങ്ങളുടെ സമുദായ വക സ്കൂളിന് തൊട്ടടുത്താണ് സ്കൂൾ 2 കിലോമീറ്റർ അപ്പുറത്തല്ലേ അതിപ്പോ കുറച്ചുകൂടി സൗകര്യമുള്ള കെട്ടിടം കിട്ടിയപ്പോ ഇങ്ങോട്ട് മാറ്റിയതാ അശോകേട്ടാ ഓഹോ അപ്പൊ ഞാൻ പറഞ്ഞോളാം അവരോട് ആ ബാർ അവിടെ നിന്ന് മാറ്റാൻ പിന്നെ നിന്റെ ബാറുകളുടെ തൊട്ടടുത്തും ഇതുപോലെ സ്കൂളുകൾ വരും അപ്പൊ നീ നമുക്ക് അവിടെ വോയിസ് മാറി. സ്കൂൾ ഞാൻ മാറ്റിച്ചോളാം അയ്യേ ഈ ഷൺമോഹൻ ഇത്ര പേടിത്തോണ്ടല്ല ഇയാൾ നമ്മുടെ പേര് കൊടുക്കണതിനോട് പണി ഇങ്ങനെ പേടിക്കാൻ ആരാണ് ഈ അശോകേട്ടൻ കുഞ്ഞൂർക്കടവിൽ അശോകേട്ടനെ നീ ആരാന്ന് ചോദിക്കണേ എടാ ഒരു കാലത്ത് അങ്ങനെ ഗുണ്ടായിരുന്നില്ലേ നമ്മുടെ ഈ ഷൺമുഖനെ പിന്നല്ലാണ്ട് പണ്ട് അബ്കാരിയായിരുന്നു അതൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഷൺമുഖനും ബാക്കിയുള്ളവർക്കും വീതിച്ചു കൊടുത്തു ഇപ്പോ സൗദി അറേബ്യയിലും ദുബായിലും ഒക്കെ ബിസിനസ്സാ കോടീശ്വരൻ പക്ഷെ ആളിപ്പോഴും മുറ്റ മുന്നിൽ വന്ന് നിന്ന ഏത് ചട്ടമ്പിയുടെയും മുട്ടടിക്കും ഈ അശോകന്റെ ബോഡി കാണാൻ പറ്റും എന്ത് അല്ല അങ്ങനെ കൂടെ കൂടാൻ എന്താ ഒരു മാർഗം നീ പെണ്ണായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു പെണ്ണുങ്ങൾ അശോകേട്ടന്റെ ഒരു വീക്ക്നെസ്സാ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ നടക്കും അത് ചിലപ്പോ വാര്യ സാർ പറഞ്ഞാൽ നടക്കും പക്ഷെ വാര്യ സാർ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല പ്രത്യേകിച്ച് നിന്നെ അതെന്താ എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തല്ലേ വാര്യ സാർ അതുകൊണ്ടാ പറഞ്ഞേ ഒരിക്കലും നിന്നെ റെക്കമെൻഡ് ചെയ്യില്ല ഇങ്ങനെ ഒരു അശോകേട്ടൻ ഉണ്ടായിട്ട് ഇത്രയും കാലായിട്ട് ഞാൻ എന്താ അറിയാണ്ട് പോയത് ഒരു പുന്നയൂർ കട ഒന്ന് വഴിവിട്ടെ ഒരാള് മുന്നോട്ട് പോയിക്കോട്ടെ ഒന്ന് മാറിയേ ഇത് എങ്ങോട്ടാണെന്ന് ഇപ്പൊ പറയാനില്ല എനിക്കൊരു പുന്നയൂർ കടവ് ഹലോ എടുക്കട്ടെ ഹലോ എടുക്കട്ടെ തന്നോടല്ല ഇവിടെ പറഞ്ഞതാ ഹലോ അശോകന്റെ വീട്ടില് അയ്യോ ചേച്ചി കുട്ടിയൊന്ന് മടിയിലെടുത്താമോ അയ്യോ കൊച്ചി അയ്യോ വിശ്വാസം ഹലോ എങ്ങോട്ടാ പുന്നൂർക്കടവിൽ ആരെ കാണാനാന്ന് എന്തായാലും തന്നെ കാണാനല്ല ആ ചൂടാവല്ല ഇഷ്ട ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചല്ലേ തന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നിട്ട് ഞാൻ തന്നോട് ചോദിച്ചു താൻ ആരാണെന്ന് ചോദിക്കണ എന്തിനാ അല്ലാതെ തന്നെ ഞാൻ പറയില്ലേ എന്റെ പേര് നീലാംബരൻ പുന്നൂർക്കടവിൽ അശോകേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ ഇല്ല ആ എന്നാ ഞാൻ പറയാം ഈ അശോകേട്ടന്റെ വീട്ടിലെ കംപ്ലീറ്റ് ബുക്കിങ്ങും എന്റെ അമ്മായിയാണ് ബുക്കിംഗ് ആ പാചകം ഓ ബുക്കിംഗ് അതന്നെ അമ്മായിക്ക് ഇപ്പൊ സുഖമില്ലാതായേ പകരം ബുക്കിങ്ങിന് പോണത് അമ്മായിയുടെ മോൾ ആ എന്തെങ്കിലും ആവട്ടെ അമ്മായിയുടെ മോളാ മല്ലിക ഞാൻ കെട്ടാൻ പോണ പെണ്ണ ഉറപ്പുണ്ട് ഈ പെൺവിഷയ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ എന്നോട് ജോലിക്ക് നിർത്താൻ പറ്റുമെന്ന് എല്ലാവരും പറയണം അതുകൊണ്ട് ടൗണിലെ ബുക്കിംഗ് പണി ഞാൻ വിട്ടു അശോകേട്ടന്റെ വീട്ടിൽ ജോലിക്ക് പോവുക മല്ലിയൊക്കെ ഒരു കൂട്ടായിട്ട് ഞാനും അശോകേട്ടന്റെ വീട്ടിലേക്ക് ജോലിക്ക അവിടെ എന്ത് ജോലി അശോകേട്ടന്റെ അംഗരക്ഷകൻ അയ്യോ അശോകേട്ടന്റെ ബോഡി ഗാർഡും അതെ വാര്യ സാർ പറഞ്ഞു വിട്ടതാ അദ്ദേഹത്തിന്റെ കത്ത് അയ്യോ ദൈവമേ
നമ്മൾ അശോകന്റെ ജീവന് ഭീഷണിയല്ല. പിന്നല്ലാണ്ട് വാര്യർ സാർ വെറുതെ ബോഡി ഗാർഡ് അറിഞ്ഞോ കുഞ്ഞൂർക്കട അശോകന്റെ ജീവന് ഭീഷണി. അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് വണ്ടിയിൽ ഇരിപ്പുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും വേണം. ഒരു സർവത്ത് മേടിക്കട്ടെ. ഏയ് എനിക്കൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയി ഇരുന്നാ മതി. കേട്ടില്ലേ? കണ്ടവര് പോയി ഇരിക്ക്. വട്ടം വളഞ്ഞ് കൂടി ഒന്ന് ശ്വാസം മുട്ടിക്കല്ലേ. ഒരു ബോഡി ഗാർഡ് ആണെങ്കിലും മനുഷ്യനല്ല ഇത്. ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് കംഫർട്ടബിൾ ഒന്നും ഇല്ലല്ലോ. അല്ല ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചത്. ആദ്യം ഞാൻ സൈദിക്കാനെ വിളിച്ച് വിവരം അറിയിക്കട്ടെ. ആ ഹലോ സൈദുക്ക, ഇത് ഞാനാ നീലാംബരൻ. നമ്മുടെ അശോകന്റെ ജീവന് ബോംബ് ഭീഷണി. സത്യമാണ് സൈദുക്ക. ന്യൂസ് വാര്യർ സാറിനാ കിട്ടിയത്. ഉടനെ വാര്യർ സാറ് അശോകന് വേണ്ടി ബോഡി ഗാർഡ് അടിച്ചിട്ടുണ്ട്. ആളിപ്പോ വണ്ടിയിലുണ്ടെന്നേ. ഇനി പ്രശ്നമില്ല. അവിടെ ബാക്കി എല്ലാം സൈദുക്ക് നോക്കിക്കോളും. ആ എവിടെ ബഹളം ഉണ്ടാക്കല സൈദുക്ക? ആളിറങ്ങി വരുന്നുണ്ട്. ആരും വെറുതെ കളക്ഷൻ ഉണ്ടാക്കരുത്. ബോഡി ഗാർഡ് വലതുകാലം വെച്ച് ഇറങ്ങി വാ. എല്ലാം കയ്യിൽ നിന്ന് പോകുമ്പോ ഈ തെണ്ടികാരൻ. ഇറങ്ങി വാ, ധൈര്യമായിട്ട് വാ. ഇതാണ് നമ്മുടെ അശോകന്റെ ജീവൻ രക്ഷിക്കാൻ വന്നിരിക്കുന്ന ബോഡി ഗാർഡ്. ഓക്കെ നിങ്ങൾ ആരും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ വന്നിരിക്കുന്നത് ഒന്നും പറയണ്ട. അതൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം. അശോകേട്ടന്റെ വീട്ടിൽ വരെ വിവരം അറിയിച്ചു കഴിഞ്ഞ് ബോംബിന്റെ കാര്യവും പറഞ്ഞ പിന്നല്ലാണ്ട് സൈദിക്കോട് പറഞ്ഞ ഇതാണ് ഗുണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എങ്ങോട്ട്? അശോകേട്ടനെ കണ്ട് ചാർജ് എടുക്കണ്ടേ? അതിന് എല്ലാരും കൂടി എന്തിനാ? പിന്നെ തനിച്ചു പോയാ ചാർജ് എടുക്കണ? അത് പറ്റൂല. ആദ്യമായിട്ടാ ഞങ്ങളുടെ നാട്ടിലൊരു ബോഡി ഗാർഡ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ആഘോഷമായിട്ട് ബോഡി ഗാർഡിനെ കൊണ്ട് അശോകേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ. അയ്യോ അശോകേട്ടന്റെ ബോഡി ഗാർഡ് വരുന്നു പറഞ്ഞ നേരാ. എല്ലാരും കൂടി ആലോചിച്ചോണ്ട് വരുന്നുണ്ട്. വന്നേ വാ. അമ്മോ അമ്മോ എന്താ എവിടെയാ? വേഗം വാ. ബോഡി ഗാർഡ് എത്തി. ഓയ് കാണുന്നുണ്ടെങ്കിൽ വേഗം വാ. വാ. എവിടെ ഏതാ? ബ്ലൂ ജീൻസും ബ്രൗൺ ടീഷർട്ടും ഇട്ട് വരുന്നത് കണ്ടൂടെ? ഊരെ കൂട്ടിട്ട് ഇതെന്ത് ബോഡി ഗാർഡ്? കണ്ട തോന്നുന്നില്ലല്ലേ? ഇത് അശോകന്റെ ഗാർമെന്റ് ഫാക്ടറിയാ. കുന്നൂർക്കടവിലെ കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളേരും ഇവിടുത്തെ ജോലിക്കാരാ. ബോഡി ഗാർഡ് ഇങ്ങോട്ട് നോക്കുന്നു. വേണ്ട, ഒന്ന് ജോലി നോക്കി. ഇതാണ് ഈ വീടിന്റെ ഗേറ്റ്. ഇത് തുറന്നാലേ അകത്ത് കയറാൻ പറ്റും. അല്ല ഇവരൊക്കെ മറന്നുപോയാ? ഇവരൊക്കെ അവിടെ മുതലേ നമ്മുടെ കൂടെ ഉള്ളവരല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവരെല്ലാവരും കൊണ്ട് അയ്യോ കൊച്ചി. അതാണ് അശോകേട്ടന്റെ ഭാര്യ രാധാമണി ചേച്ചി. ഒപ്പമുള്ള കാർക്കോടകനാണ് കാര്യസ്ഥൻ മേനു. പിന്നാലെ വരുന്നതിന്റെ മുറപ്പെട്ട മല്ലിക. നേരി കാണുന്ന പോലെയല്ല, നല്ല ബ്യൂട്ടിഫുള്ളാ. നമസ്കാരം മണിച്ചേച്ചി. ഇതാണ് നമ്മൾ അശോകേട്ടനും വേണ്ടി വന്നിരിക്കുന്ന ബോഡി ഗാർഡ്. അശോകേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എന്താ ചെയ്യാ? അല്ല അശോകേട്ടൻ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോയി എവിടെ? ദുബായിലോ? നാളെ വൈകിട്ട് കിട്ടും. അതുകൊണ്ട് താൻ പോയിട്ട് 2 ദിവസം കഴിച്ചിട്ട് വാ. 2 ദിവസവും? അയ്യോ എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ചു പോകാൻ ഗവൺമെന്റ് സമ്മതിക്കണ്ടേ? ഇവനാ നീ പറഞ്ഞല്ലേ നിന്നോട് ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ നിനക്കെന്താ പണി? ഏയ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നതാ. ഉടനെ ഞാൻ ചെയ്തിട്ടാണ് വിളിച്ച് ന്യൂസ് കൊടുത്തു. ഓ അപ്പൊ നീ ബസ്സേന്നേ പണി തുടങ്ങി. അതുകൊണ്ട് എന്താ എമ്മാതിരി വെടിക്കെട്ടായിരുന്നു ബസ് സ്റ്റാൻഡില്. ഇവനെന്തൊക്കെ പിന്നെ വേറെത്തിന് വെടിക്കട്ടെ. ആ ബോഡിഗാർഡ് പേര് ജയകൃഷ്ണൻ. മേനോൻ ബാലകൃഷ്ണ മേനോൻ ഇവിടുത്തെ കാര്യസ്ഥ. ആ രാധാമണിയമ്മേ, അശോകേട്ടന് വരുന്നവരെ ഈ ബോഡിഗാർഡ് നമുക്ക് കമ്പനി ഗസ്റ്റ് ഹൗസ് താമസിപ്പിച്ചാലോ? അതിനാ പെണ്ണ് സമ്മതിക്കൂ. അവളല്ലേ ഇപ്പോഴത്തെ സൂപ്പർവൈസർ. ആര്? അമ്മുവിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. സാധ്യമല്ലെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ബോഡി ഗാർഡിനെ ബ്ലാക്ക് ആക്ഷനൊക്കെ വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കും. ഈ ഗസ്റ്റ് ഹൗസിൽ പറ്റില്ല. നമുക്കിങ്ങനെ വലയിടത്ത് കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ അമ്മു? ഇത് ഗവൺമെന്റ് വിട്ടിരിക്കുന്ന ആളല്ലേ? അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ മുഴുവൻ പെൺകുട്ടികളാ. അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പിന്നെ ഇയാളെ നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നത്? എന്നെ നോക്കാൻ വന്ന വിവരം അറിയും. അങ്ങനെ ആർക്കും മറക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ. കണ്ടോ ഇപ്പോഴേ ഇയാൾ
കണക്കിന് കാര്യം പറയുന്നേ ഇയാളാണ് ശരിയല്ല പോട്, പോട്, പോട്. പുറത്തു പോകാൻ അധികാരമുള്ള ബോഡിഗാർഡേ എന്താ ഈ കാണിക്കുന്നത്? പുറത്തുനിന്ന് ഒരാളോട് കാണിക്കുന്ന മര്യാദയാണോ ഇത്? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ആ ബോഡിഗാർഡ് അകത്തേക്ക് പൊക്കോ, ഞാൻ ജയിലിൽ എല്ലാം ശരിയാക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ് തീർത്തോളാം. ആ